സുഭാഷിതം. ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കൃഷി വകുപ്പിൻ്റെ കഞ്ഞിക്കുഴി ബ്ലോക്കിലുള്ള മാതൃകാ കാർഷിക സേവന കേന്ദ്രത്തിലാണ് നാം ഇന്ന്. കൃഷിക്ക് ഇപ്പോൾ വിവിധ തരത്തിലുള്ള യന്ത്രസാമഗ്രികൾ ഉപയോഗിക്കുന്നതിനുള്ള ഒരു പ്രേരക ശക്തി കർഷകർക്കിടയിൽ കൂടി വരികയാണ്. ഇതിനുതകുന്ന വിവിധ തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള സാങ്കേതിക വിവരങ്ങളും ട്രെയിനിങ്ങും ചെറുപ്പക്കാരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കൊടുക്കുക എന്നുള്ളതാണ് ഈ കേന്ദ്രത്തിൻ്റെ ഒരു ഉദ്ദേശം. കൂടാതെ ഗ്രോ ബാഗ് മുതലായവ നിർമ്മിച്ച് വളം നിറച്ച് തൈകൾ നട്ട് വിതരണം നടത്തുക മുതലായ ഒട്ടനവധി കാർഷിക സേവനങ്ങൾ ചെയ്യുകയും ഈ കേന്ദ്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പെടുകയാണ്. ഇവയൊക്കെ നമുക്ക് ഓരോന്നായി ഒന്ന് കണ്ട് മനസ്സിലാക്കാം. ഏവർക്കും അതിലേക്ക് സ്വാഗതം. ജൈവ പച്ചക്കറി കൃഷിക്ക് പെരുമയാർജിച്ച സ്ഥലമാണ് കഞ്ഞിക്കുഴി. കേരളത്തിലും വെളിയിലും ഏറെ ഇന്ന് അറിയപ്പെടുന്നൊരു സ്ഥലമായി കഞ്ഞിക്കുഴി മാറിയിട്ടുണ്ട്. ആ കഞ്ഞിക്കുഴിയിൽ ഒരു നൂതനമായ നിലയിൽ കൃഷിക്കാരെ സജ്ജമാക്കാനുള്ള ഒരു ഇടപെടലാണ് അഗ്രോ സർവീസ് സെന്റർ ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി ഇന്ന് കൃഷിക്കാരനുഭവിക്കുന്ന കർഷക തൊഴിലാളികളുടെ കുറവിനെ പരിഹരിച്ചുകൊണ്ട് പുതിയ നിലയിൽ ലാഭകരമായി ചെലവ് കുറച്ച് എളുപ്പത്തിൽ ശാസ്ത്രീയമായി കൃഷി ചെയ്യാൻ കൃഷിക്കാരെ പ്രാപ്തമാക്കാനുള്ള ഒരു ടീമാണ് അഗ്രോ സർവീസ് സെന്റർ. കൃഷി വകുപ്പിന്റെ സഹായത്തോടുകൂടി കഞ്ഞിക്കുഴി ബ്ലോക്കിൽ ആരംഭിച്ചിട്ടുള്ള അഗ്രോ സർവീസ് സെന്ററിലെ 15 പേർ ഒരു ടീമായി, ഒരു മനസ്സായി ഇന്ന് കർഷകരുടെ ഏറ്റവും വലിയ ആത്മമിത്രങ്ങളായി മാറിയിട്ടുണ്ട്. അവർക്കിന്ന് വരുമാനമുണ്ട്. നല്ല യന്ത്രങ്ങളെ കൃത്യമായി പ്രവർത്തിപ്പിക്കാനും ഒരു ചിട്ടയായി സാധാരണഗതിയിലുള്ള കൃഷി വകുപ്പിന്റെ ഔദ്യോഗികതക്കപ്പുറത്ത് ഒരു പുതിയ സംവിധാനം കാർഷിക മേഖലയിൽ വന്നു എന്നുള്ളത് ഒരു പുതിയ തുടക്കമാണ്. ഇത് കേരളത്തിലെമ്പാടും ഈ മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് കൃഷിക്കാരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ കഴിയും. ഇവർ ചെയ്യുന്നത് കേവലമായി യന്ത്രങ്ങൾ പ്രവർത്തിപ്പിക്കൽ മാത്രമല്ല, കൃഷിയുടെ തുടക്കം മുതൽ അവസാനം വരെ കർഷകന്റെ സഹായിയായി, ഒരു സാങ്കേതിക സഹായിയായി മാറാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇവർ കാർഷിക വിദഗ്ധരാണ്, കർഷകരാണ്. എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ സംവിധാനമായി കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകുകയാണ് അഗ്രോ സർവീസ് സെന്റർ.
ഈ ഓരോ കുഴികളിലും ഇട്ടിട്ടുള്ള പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടല്ലോ, ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തിരിക്കുന്നത്? ഇതിനകത്ത് കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, വെർമിക്കുലേറ്റ്, പെർലൈറ്റ്, ട്രൈക്കോഡർമ, സ്യൂഡോമോണാസ്. ഞാനത് ചോദിക്കാൻ കാരണം തൈകളൊക്കെ നല്ല ശക്തിയായിട്ട് മുളച്ചു വന്നിരിക്കുന്നു. അതെ അതെ. എന്നിട്ട് ഇത് നനയ്ക്കും അല്ലേ? അത് മിക്സ് ചെയ്തതിന് ശേഷം നനച്ചിട്ടാണ് ഇതിടുന്നത്, ട്രെയിലിടുന്നത്. ഇത് എന്തൊക്കെ വിത്താ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ പാകിയത്? പയറുണ്ട്, വെണ്ട. ഇപ്പൊ ഇതെന്തിന്റെ വിത്താ? വെണ്ട. വെണ്ട എല്ലാ ഹൈബ്രിഡ് വിത്തുകളാണ്. അതെ. അത് ശരി. ഇത് ഒരു വിത്ത് നടുകയുള്ളൂ ഒരു ട്രേ? ഒരു കുഴിയില് ഒരെണ്ണം. അപ്പൊ ചിലത് മുളയ്ക്കാതെ വരില്ലേ? അത് ഹൈബ്രിഡ് ആയത് തന്നെ അങ്ങനെ മിക്കവാറും ഒക്കെ മുളയ്ക്കും. ഇനി മുളയ്ക്കാതെ വന്നാൽ അവിടെ പകരം നടുവോ? അല്ല, അപ്പം വേറെ രണ്ട് തരത്തിലായി. അതിന്റെ ആവശ്യം വരാറില്ല. ഒരു ട്രെയിൽ സാധാരണ 99 ദ്വാരമല്ലേ? 98. അതിൽ നട്ടാ ഒരു 90 എണ്ണമെങ്കിലും മുളയ്ക്കും. സീഡൊന്നും പാഴായി പോകില്ല. ഇതിൽ നട്ട എത്ര ദിവസം ആവുമ്പോഴും നമുക്കിത് ഇങ്ങനെ സീഡ് ഇങ്ങനെ ഇടും അല്ലേ? എന്നിട്ട് വിരലുകൊണ്ട് കുത്തി താത്തും, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. എത്ര ദിവസം കഴിയുമ്പോ ഈ വിത്ത് തൈ കൊടുക്കാൻ പാകമാവും? പയറാണെങ്കിൽ ഒരാഴ്ച, ഇന്നിപ്പം ഇട്ട് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കൊണ്ട് നന്നായിട്ട് മുളച്ചു പൊങ്ങി വരും. അത് പയറും വെണ്ടയൊക്കെ വേഗം മുളയ്ക്കുന്ന. വെണ്ടയാണെങ്കിൽ ഒരാഴ്ചക്കാവും നമുക്ക് കൊടുക്കാൻ പാകമാകും. തൈ ഇങ്ങനെ ഇളക്കി അവിടെ ഇളക്കി എടുക്കുന്നത് കണ്ടോ നിങ്ങളവിടെ? ഗ്രോ ബാഗിൽ നടാനായിട്ട് ഇളക്കി എടുക്കുന്നത്, ഒട്ടും പൊട്ടാതെ. അത് നമ്മൾ ഡെയിലി നനയ്ക്കുമ്പോഴത്തേക്ക് ഒരു നനവ് ഉണ്ടാവുമല്ലോ സാർ, പിന്നെ പൊട്ടി വരത്തില്ല, വളത്തോടു കൂടി ഇങ്ങനെ ഇളകി പോരും അത്. അപ്പൊ ഇത് ഈ തൈ ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ട്രേ ഉൾപ്പെടെയാണോ കൊടുക്കുന്നത്? അതെ, കട്ട് ചെയ്ത് കൊടുക്കണം. ആവശ്യമുള്ളത്ര വെച്ച് കട്ട് ചെയ്ത് കൊള്ളാം. നല്ലൊരു സിസ്റ്റം. മാഡം, ഈ മാതൃകാ കാർഷിക സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ ബ്ലോക്കുകൾ കേരളത്തിൽ തന്നെ വളരെ കുറവാണ്. അതിലൊന്നാണല്ലോ മാഡത്തിന്റെ ഈ കഞ്ഞിക്കുഴി ബ്ലോക്ക്. ഇവിടെ എത്ര കാലമായി ഈ കേന്ദ്രം പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ഇതിപ്പോ 1 വർഷത്തോളമായി. 1 വർഷത്തോളം. ഈ 1 വർഷത്തെ ഇവിടെ ഇതിന്റെ പ്രവർത്തനത്തിന് ഒന്ന് വിലയിരുത്താമോ? കാരണം കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 5 പഞ്ചായത്തുണ്ട്. ഈ 5 പഞ്ചായത്തും ശരിക്കും കാർഷിക മേഖലയിൽ പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഏറെ കൂടുതലും ആൾക്കാർ. അതും ജൈവപരമായി കൃഷി ചെയ്യുന്ന മേഖലയുള്ള. അപ്പോൾ ഈ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവർക്ക് നല്ലൊരു പ്രയോജനമാണ് ഇങ്ങനെ ഒരു. കാരണം ആലപ്പുഴ ജില്ലയിൽ കഴിഞ്ഞ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ ഒരു ശ്രമഫലമായിട്ട് നമുക്കിപ്പോൾ 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ ഉണ്ടെങ്കിൽ 3 ബ്ലോക്ക് പഞ്ചായത്തിലെ ഇത് കിട്ടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ ഇത് വന്നതിന് ശേഷം ഇവരുടെ സേവനം കർഷകർക്ക് ഒരുപാട് പ്രയോജനപ്പെടുന്നുണ്ട്. കാരണം ഇവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഇനിയും ഒരുപാട് ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ 38 ലക്ഷം രൂപയുടെ മിഷനും ഇതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുതന്നെയല്ല 15 പേർക്ക് ഒരു തൊഴിൽ കൊടുക്കാനും നമുക്ക് ഇതുകൊണ്ട് സാധിച്ച്. അതോടൊപ്പം ഇവർ എല്ലാ മേഖലയിലും നല്ല പ്രാവീണ്യം തെളിയിച്ചവരായിരിക്കുകയാണ് ഇപ്പം. എല്ലാവരും ഇപ്പോൾ ഇതില് ഈ മെഷീനുകൾ ഓപ്പറേറ്റ് ചെയ്യാനും തെങ്ങ് കയറാനും എല്ലാം ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളല്ലേ? ട്രെയിനിങ് കിട്ടിയിട്ട് എത്ര നാളായി? ഈ ട്രെയിനിങ് കിട്ടിയ കാര്യങ്ങൾ ഇവിടെയും വെളിയിലും ഒക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലേ? ഈ 4 മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്? നിങ്ങളുടെ ഒരു അനുഭവം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഇപ്പൊ 1 വർഷമായുള്ള ഇതിൽ വന്നിട്ട്, എന്നാലും ഞങ്ങൾക്ക് 4 മാസമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ തെങ്ങ് കയറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല. കാര്യം വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ സ്ത്രീകൾ ഇപ്പൊ ഓടിക്കുന്നതാണ്. പക്ഷെ ഒരു തെങ്ങ് കയറ്റം എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് അത് പരിശീലിക്കുക, കൂടെ ആരും വരുന്നില്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് അത് കയറി അവിടെ ചെന്നിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. അപ്പൊ തികച്ചും ഒരു സംബലബഹുമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പേടിയില്ലാതെ ഇപ്പൊ ഞങ്ങൾക്കൊരു തെങ്ങ കയറി ഉപജീവന മാർഗമായിട്ട് ഇപ്പൊ ഒരു തെങ്ങ കയറിയ 40 രൂപ ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടും. അപ്പൊ അങ്ങനെ അടുക്കളയിൽ നിന്ന് ഞങ്ങൾ രംഗത്തേക്ക് ഇപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചത് ഞങ്ങൾക്ക് വലിയൊരു നേട്ടം തന്നെയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം സൈക്കിള് അറിയാം, അല്ലാതെ വണ്ടിയൊന്നും ഞങ്ങൾക്ക് ഇതില്ലായിരുന്നു. പിന്നെ ഗവൺമെന്റിന്റെ ഇതിൽ ഞങ്ങളിപ്പോൾ വണ്ടി എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾക്ക് അതൊന്ന് ഓടിക്കാം എന്നുള്ള ഒരു മനസ്സിനൊരു
ഇത് ധൈര്യം കിട്ടി. അങ്ങനെയുള്ള നേട്ടങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് സേവന കേന്ദ്രമാണെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെയ്യുന്നതിനകത്തുനിന്ന് തുച്ഛമായ കൂലികളെ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും കുടുംബപരമായിട്ട് കുടുംബത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ തികച്ചും ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഇതിൽ ഞങ്ങൾക്ക് 1000 രൂപ വീതം സ്റ്റൈപ്പൻഡ് ഉള്ളൂ. അപ്പോൾ ഇപ്പം 1000 രൂപ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്കിനനുസരിച്ചുള്ള വേതനാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ഇത് കഴിവതും ഗവൺമെന്റ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കൊണ്ടുവന്ന് ഞങ്ങളൊന്ന് സ്ഥിരപ്പെടുത്തി ഒരു ചെറിയ രീതി ശമ്പള വസൂലൊക്കെ ആക്കിയാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായി എന്നുള്ള ഒരു കാര്യമാണ് ഇതിലിപ്പോ പറയാനുള്ളത്. അല്ല, അതില് വേറൊരു വശമുണ്ട്. നിങ്ങൾക്കൊരു സ്ഥിരം ശമ്പളമായി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന അത്ര ഉത്സാഹത്തിൽ കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളെല്ലാരും കഷ്ടപ്പെടുന്നവർ തന്നെയാണ്. ശരിക്കും കഷ്ടപ്പെട്ട് തന്നെ ഗ്രോ ബാഗ് എന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം ഞങ്ങൾ 350 ഗ്രോ ബാഗ് ഞങ്ങൾ ചെയ്യും. ഒരു ബാഗിന് എത്ര രൂപ? 20 രൂപ വെച്ച്. എത്ര പേര് കൂടിയ 350 ചെയ്യണേ? അത് സ്ഥിരം എല്ലാരും ഉണ്ടാകത്തില്ല. വർക്കുള്ളവർ വർക്കിന് പോകും. പുറത്തോട്ട് 10 പേരെ ഉണ്ടാവുള്ളൂ. കുഴി വെട്ടം തന്നെ ഈ ട്രോളിയിൽ കുഴി ഒരു വെട്ടി അവിടെ കൊണ്ടുവന്ന് അതുപോലെ എല്ലാ പണി വർക്ക് പാടുള്ള പണി തന്നെയാണ്. എന്നാലും ഞങ്ങള് 10 പേര് കൂടി 350 ബാഗ് ചെയ്യുകയാണെങ്കിൽ ഒരാളിന് 700 രൂപ വെച്ചായി. കിട്ടി. നല്ല വരുമാനമല്ലേ? അത് ഇപ്പൊ നമുക്കിപ്പോ ഓർഡർ വേണം. ഇപ്പൊ ഗ്രോ ബാഗ് എന്ന് വെച്ചാൽ നമുക്ക് കഴിവതിപ്പോ ഓർഡർ ഇല്ല. അപ്പൊ ഓർഡർ കുറവാണ്. അപ്പൊ ഗവൺമെന്റ് നമുക്ക് ഇപ്പൊ ഓർഡറുകളൊക്കെ കിട്ടിയാലേ അതുകൊണ്ട് നമുക്ക് നേട്ടമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ സംരംഭം കൂടുതൽ പോപ്പുലർ ആവണം, കൂടുതൽ സ്വീകരിക്കണം. അങ്ങനെ ആവുമ്പോ നിങ്ങൾക്ക് ഉത്കർഷം ഉണ്ടാവും, കൃഷിക്കാർക്ക് ഉത്കർഷം ഉണ്ടാവും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ പോലെ ഈ പ്രദേശത്തെ പച്ചക്കറി കൃഷിക്കും അതുകൊണ്ട് സഹായമുണ്ട്. ചെയ്യുന്നവർക്കും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിലല്ലേ അവർ ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളുടെ സംരംഭം തുടങ്ങി വരുന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇതിനൊരു നല്ല ഭാവി ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ കാര്യം ഗവൺമെന്റും അങ്ങനെയുള്ള ഏജൻസികളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. നിങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടും. മറ്റ് പല ബ്ലോക്കുകളിലും ഇതൊന്നും ആയി വരുന്നില്ല. പിന്നീട് ഞങ്ങൾക്ക് ഈ തെങ്ങുകയറ്റ പരിശീലനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തില്ല. പിന്നീടാണ് കിട്ടിയത്. എന്നാൽ തന്നെ ഞങ്ങളെ ഒരു 2 പേര് ഒക്ടോബർ മാസത്താണ് വന്നത്. ആ സമയത്താണ് ഞങ്ങൾക്ക് ഈ ചങ്ങാതിക്കൂട്ടം നാളികേര വികസന ബോർഡും കരപ്പുറം കൂടി ചേർന്ന് ഞങ്ങൾക്ക് ഇത്രയും പേർക്ക് ട്രെയിനിങ് ഇവിടെ വെച്ച് ഞങ്ങൾക്ക് ബ്ലോക്കിൽ വെച്ച് തന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ പഠിച്ച് തെങ്ങുകയറ്റ പരിശീലനം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. മെഷീനും കിട്ടി ഞങ്ങൾക്ക്. അതോടുകൂടി ഫ്രീ ആയിട്ട് മെഷീനും കിട്ടി. അപ്പൊ അത്യാവശ്യം ഞങ്ങൾക്ക് വീടുകളിലൊക്കെ ആണെങ്കിലും തേങ്ങ ഇല്ലെങ്കിൽ കയറിയിട്ട് അങ്ങനെയുള്ള ധൈര്യമായി. ഒരു 3-4 വർഷം മുമ്പ് ഞങ്ങള് ഒരു പെൺകുട്ടി തെങ്ങ കയറുന്നത് എടുത്തിരുന്നു. പ്രൊഫഷണലായിട്ട് കയറുന്ന പെൺകുട്ടി. ആ കുട്ടിയുടെ അന്ന് ഇതൊന്നും ഒട്ടും കോമൺ ആയിട്ടില്ല. അന്ന് മത്സരം ഉണ്ടായിരുന്നു. മത്സരം എന്ന് പറഞ്ഞാൽ ഈ മെഷീൻ ഫിറ്റ് ചെയ്തിട്ട് കൂമ്പേ വരെ കയറണം. മെഷീൻ ഇല്ലാതെ കൂമ്പേ കയറി കൂമ്പ് ക്ലീൻ ചെയ്ത് താഴെ ഇറങ്ങി. ഞങ്ങള് കയറി കൂമ്പ് ആരും ഇല്ലാതെ തന്നെ അവിടെ കൂമ്പ് മൊത്തം ക്ലീൻ ചെയ്ത് തന്നെ മെഷീൻ ഫിറ്റ് ചെയ്ത് ഇറങ്ങി വന്നു. അതിനുള്ള ഒരു ധൈര്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായി. ഇനിയിപ്പോ എന്ത് ചെയ്താൽ കിട്ടിയാലും ഞങ്ങൾക്ക് ചെയ്യാന്നുള്ള ഒരു ധൈര്യമുണ്ട്. അങ്ങനെ ധൈര്യത്തോടുകൂടി മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശോഭനമായ ഒരു ഭാവി ഉണ്ടാകും. നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. കൈരളി ടിവിയുടെ എല്ലാ അഭിപ്രായവും. ശ്രീമാൻ സുന്ദരേശ മല്ലന്റെ ആണ് ഈ പാടശേഖരം. 2.5 ഏക്കർ വരുന്നതാണ് ഈ പാടം, ഇല്ലേ? അദ്ദേഹത്തിന്റെ മകളാണ്. അച്ഛന് സഹായത്തിനും മകളും കൂടെ വന്നതാണ്. ഇത് ജോൺ ഡിയർ എന്ന് പറയുന്ന പുതിയ ഒരിനം
ട്രാക്ടറാണ്. സാധാരണ ട്രാക്ടറിന് ഇല്ലാത്ത ഒരുപാട് ഗുണഗണങ്ങൾ ഇതിനുണ്ട്. എന്താണ് ഈ ട്രാക്ടറിന്റെ വ്യത്യാസങ്ങൾ? ഇതിപ്പോ കണ്ടല്ലോ, വെള്ളത്തിലാണ്. ഏതാണ്ടൊരു 10-12 സെന്റിമീറ്ററിലേറെ വെള്ളമുണ്ട്. അനായാസേന ഈ ട്രാക്ടർ ഈ വെള്ളത്തിൽ ഒടിച്ചു പോയി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇതിന് 4 വീലറാണ്, 4 വീൽ സിസ്റ്റം കറങ്ങുന്നതുകൊണ്ട് വളരെ അനായാസമായിട്ട് പാടത്ത് കുറച്ചുകൂടെ വേഗതയിൽ പോകും. അപ്പൊ ഇതിനേക്കാളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മണ്ണ് നന്നായിട്ട് ഇളകും എന്നുള്ളതാണ്. ആഴത്തിൽ 12 സെന്റിമീറ്ററിലേറെ ആഴത്തിൽ നന്നായിട്ട്. അപ്പൊ നമ്മൾ ഈ തൂമ്പയൊക്കെ കൊണ്ട് കിളച്ച് മറിക്കണ പോലെ തന്നെ നല്ല പോലെ ഇളകി കിട്ടുന്നു. ഇപ്പൊ സാധാരണ ട്രാക്ടർ കൊണ്ട് 2 പ്രാവശ്യം ചെയ്താലേ ഇതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ ട്രാക്ടറിന് അതിന്റെ പുറകില് ഉള്ള ആ ടൂള് ഇങ്ങനെ വലിച്ചിളക്കുകയല്ലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഇത് പുറകില് കറങ്ങുകയാണ്. കറക്കമാണ്, അങ്ങനെ കറങ്ങുന്നതുകൊണ്ട് അതിന്റെ സിസ്റ്റം കാണാം. ഇതിന്റെ ബാക്കില് കോരി എടുത്തിട്ട് ആ കോരി എടുക്കുന്നത് കറക്കുകയാണ് തരുന്നത്. പുല്ലും ചവറും എല്ലാം മുറിഞ്ഞ് വളരെ സൂക്ഷ്മമായിട്ട് അങ്ങ് പൊടിഞ്ഞു എളുപ്പത്തിൽ ചെയ്യാനത് സഹായിക്കും. നമുക്ക് വളത്തിന്റെ കാര്യത്തിലും ഇളക്കത്തിന്റെ കാര്യത്തിലും ഒക്കെ അത് പ്രയോജനമാണിത്, ഈ സിസ്റ്റം. ഇതുപോലത്തെ ട്രാക്ടർ ഇപ്പൊ എത്ര എണ്ണം ഈ ഇവർക്കുണ്ട്? അഗ്രോ സർവീസിന് ഇപ്പൊ ഒരെണ്ണേ ഉള്ളൂ. വേറെയും പല ട്രാക്ടർ ഉണ്ട്. പിന്നെ കരഭൂമിയിലൊക്കെ ചെയ്യുന്നതിനുള്ള ചെറിയ ട്രാക്ടർ വേറെയുണ്ട്. അത് നമ്മൾ അവിടെ കണ്ടു. ഇനി വരാനുണ്ട്. നമ്മുടെ ഈ ട്രാക്ടറിന് അത് മുഴുവൻ സമയം ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം എത്ര ഏക്കർ സ്ഥലം ഉഴുകാൻ കഴിയും? ഇതുപോലത്തെ സ്ഥലം ഏക്കർ നമുക്ക് മണിക്കൂറാണ് വാസ്തവത്തിൽ ഇതിന്റെ ഒരു കണക്കെന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ എന്തോരം? ഒരു മണിക്കൂറില് ഒരു 3.5-4 ഏക്കർ വരെ ഒരു മണിക്കൂർ ചെയ്യാൻ കഴിയും. അല്ല, ഒരു ദിവസം സാർ, ഒരു ദിവസം 4 ഏക്കർ, ഒരു ദിവസം 3-4 ഏക്കർ ഉഴുവാൻ കഴിയും. 4 ഏക്കർ എന്ന് പറയുമ്പോൾ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ മാക്സിമം മതി. ശരി, ഏതായാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള ട്രാക്ടർ പ്രയോഗിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. പ്രേക്ഷകരിൽ പലരും ഇത് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. ഒരു നല്ല ഒരു കാർഷിക ഉപകരണം.